നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ ഹലോ, സത്യഭാമയല്ലേ? അതെ, സത്യഭാമയ. ആരാ സംസാരിക്കുന്നേ? ഇത് സ്റ്റേഷനിൽ നിന്നാ. ACP സാർ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുക. എന്താ കാര്യം? വിഷ്ണുവിന് വല്ല അത്യാവശ്യമുണ്ടോ? അത് പറയാൻ തന്നെ വിളിച്ചത്. വിഷ്ണുവിന് പെട്ടെന്ന് സുഖമില്ലാതായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. എന്താ 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 ഈ പറയുന്നേ? എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് ഈ പറയുന്നേ? എന്താ നടന്നേന്നൊന്ന് പറ. ശാലിനി മാഡത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച ശേഷം വിഷ്ണുവിന് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ടായി. ഒരുപാട് ഛർദ്ദിച്ചു. ഛർദ്ദിക്കുന്ന മുഴുവൻ ബ്ലഡാ. അയ്യോ മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. എന്റെ കുഞ്ഞിനെ കൊന്നു. അയ്യോ, അവരെന്റെ കുഞ്ഞിനെ കൊന്നു. എന്താ സത്യമേ? എന്താ ഉണ്ടായേ? നീ കാര്യം പറ ഭാമേ. ഇനി എന്ത് പറയാനാ? ഇവളുടെ വീട്ടുകാർ ചേർന്ന് നമ്മുടെ വിഷ്ണുവിന് വിഷം കൊടുത്തു. സത്യമേ, സത്യമേ എന്തൊക്കെയാ പറയുന്നേ? എടി, ഞാൻ പറയാനോടി കുറ്റം. എടി, നിന്റെ വീട്ടുകാർ കാണിക്കുന്നൊന്നും നീ അറിയുന്നില്ലേ? ഭാമേ കണ്ണൊച്ചോ കാര്യം എന്താന്ന് പറ. രാഘവേട്ട, ഇവളുടെ കുഞ്ഞേച്ചി അപ്പ ശാലിനി അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ വിഷ്ണു രക്തം ഛർദ്ദിച്ച് ഹോസ്പിറ്റലാണെന്ന്. പൊന്നരിച്ച് തലയിൽ കെട്ടിയവളെ അവന്റെ കാലിലായിട്ട് അടുത്ത് കൂടിയേക്കുക. ഈ കാണിച്ച സ്നേഹമൊക്കെ ആ കള്ളിയുടെ അടവായിരുന്നു. ഭഗവാനെ, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ. അവൾക്ക് വേണ്ടെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. രോഹിത്തെ, രോഹിത്തെ, എടാ രോഹിത്തെ, എടാ. എന്താ സത്യമേ? എടാ വാ, വണ്ടി ഇറക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോണം. വാ, പെട്ടെന്ന് വാ. മരുമകളാക്കാൻ കൊഞ്ചിച്ച് തലയിൽ കെട്ടി വെച്ചിരിക്കല്ലായിരുന്നോ? അവളുടെ കാര്യം പറയുമ്പോ 100 നാവായിരുന്നല്ലോ. ഇപ്പൊ എന്താ മിണ്ടാട്ട് പൊട്ടിപ്പോയോ? എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ഈ സത്യഭാമ ആരാണെന്നും എന്താണെന്നും നീ അറിയും. സത്യമേ, എന്താ സത്യമേ? എന്താ ഉണ്ടായത്? എടാ, നമ്മുടെ വിഷ്ണുവിനെ ശാലിനെ കൊണ്ട് വീട്ടുകാരും കൂടെ ചേർന്ന് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാനാക്കി ഇട്ടിരിക്കുക. എടാ, നമുക്ക് അവിടെ പോയി പോകടാ. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരണം. എന്റെ മകനെ കൊല്ലാൻ നോക്കിയവന്റെ കുടുംബത്തിലെ ഒരാളെയും എന്റെ കുടുംബത്തിൽ പിന്നെ കാണാൻ പാടില്ല. സത്യമേ, സംഭവിച്ചെന്താണെന്ന് അറിയാതെ നമുക്ക് എന്തായാലും അവിടെ എത്താം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സത്യമേ, ഞാനും കൂടി വന്നോട്ടെ. എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ആ കുടുംബത്തിലെ ഒരുത്തിയെ ശാലിനി, ആ പിശാചിന്റെ മനസ്സിൽ ഇത്രയും വിഷം ഉണ്ടായിരുന്നോടി. എന്റെ മകനെ കൊല്ലാനും മാത്രം. എന്ത് ദ്രോഹമാണ് അവളോട് ചെയ്തത്? അവളെ ജീവന് തുല്യം സ്നേഹിച്ചു പോയതോ? രോഹിത്തെ, നീ വന്നേ. ഇവിടുമാരൊക്കെ ഭർത്താക്കന്മാരെ കൊലയ്ക്ക് കൊടുക്കുന്ന ജാതിയാ. അല്ല, നിനക്കെപ്പോഴാ വിഷം കലക്കി തരുന്നെന്ന് ആര് കണ്ടു? വാടാ, എന്റെ കൂടെ നമുക്ക് പോവാം. വാ ഇങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.